വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യയിൽ പ്രയോഗിക്കാനായിട്ട് ന്യൂക്ലിയർ ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ പറ്റുന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല, ചൈനയാണ് പാകിസ്ഥാന്റെ പിറകിൽ. ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാന് മാത്രമല്ല അടി കിട്ടുക, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അടി കിട്ടും, അതായത് ചൈനയ്ക്കും അടി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്, നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനികൾക്ക് നമ്മൾ വിസ അനുവദിക്കാനായിട്ട് പോകുന്നു എന്നാണ് നമ്മുടെ റിപ്പോർട്ട്. നമ്മൾ ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാനികൾക്ക് ഇന്ത്യ വിസ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്ത്യക്കകത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ മീഡിയ വണ്ണൊക്കെ പറയുന്നത് താലിബാൻ വിസ്മയമായിരുന്നു എന്നാണ് മീഡിയ വണ്ണൊക്കെ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത്. പക്ഷേ എന്ന് ഇന്ത്യക്ക് വേണ്ടി താലിബാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറേറ്റീവ് വന്നു, അപ്പോൾ മീഡിയ വണ്ണ് കുരുപൊട്ടി. മീഡിയ വണ്ണ് പറയുന്നത്, നിങ്ങൾ എന്ത് വിസ്മയമാണ്, നിങ്ങൾ പാകിസ്ഥാന്റെ കൂടെ നിന്ന് ഇന്ത്യക്കെതിരെ പോരാടേണ്ട ആൾക്കാരാണ്, അപ്പൊ നിങ്ങളെ ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങളിപ്പോ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ അടിക്കാൻ പോകുന്നു, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ സിറാപ്പുഞ്ചി പോയി മണൽ ചുറ്റും ഇങ്ങനെയാണെങ്കിൽ എന്നാണ് മീഡിയ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വലിയ നിരാശയായി പോയി. ഞാൻ ഈ നമ്മൾ പറയുന്നതല്ല, ഈ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രോക്സിയായി അഫ്ഗാനിസ്ഥാൻ വർത്തിക്കുന്നു എന്നാണ് പുറമെയുള്ള മാധ്യമങ്ങൾ അടക്കം പറയുന്നത്. അത് നാഷണൽ മീഡിയാസും ഇന്റർനാഷണൽ മീഡിയാസ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചൈനയും പാകിസ്ഥാനെയും കൗണ്ടർ ചെയ്യാൻ, അതായത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അടുക്കുമ്പോൾ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പദ്ധതികൾ കോപ്പുകൂട്ടുമ്പോൾ അവരെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ അഫ്ഗാനിസ്ഥാനിനെ കൂട്ടുപിടിക്കുകയാണോ? അതുകൊണ്ട് അവിടെ പൗരന്മാർക്ക് പരിമിതമായിട്ടുള്ള രീതിയിൽ വിസ അനുവദിക്കാനുള്ള നീക്കമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്തുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഈ താലിബാനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. താലിബാൻ എന്ന് പറഞ്ഞാൽ ഭീകര സംഘടനയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന നമ്മുടെ രാജ്യത്തേക്ക് അവരുടെ പൗരന്മാര് വരുമ്പോൾ അങ്ങനെ നമ്മൾക്ക് അകത്തു കൊടുത്താൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷ എന്താകും എന്നുള്ള ഒരു ആശങ്കയും നമ്മളിവിടെയുള്ള സുഡാപ്പി കുഞ്ഞുങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളത് അനുവദിക്കില്ല. കാരണം ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സംഘടനയെ നിങ്ങൾക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. താലിബാൻ അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഘടനയായിട്ട് നമുക്കൊരു കോൺടാക്ട് വേണ്ട, നോ ടൈപ്സ് പ്ലീസ് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ? താലിബാനുമായിട്ട് ഇന്ത്യ എന്തെങ്കിലും ഒരു ടൈപ്പിൽ വരുന്നുണ്ടോ? പാകിസ്ഥാനെതിരെയാണോ അത്, ചൈനയ്ക്കെതിരെയാണോ അത്? ഇവർ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാനുള്ള ബന്ധം ജനിതകപരവും വൈകാരികവും എല്ലാമായിട്ടുള്ളൊരു ബന്ധമാണ്. കാരണം ആര്യന്മാരുടെ നാടാണ് അഫ്ഗാനിസ്ഥാൻ. ആര്യന്മാരെത്തിയതും ഇവിടെയാണ്. സിന്ധു നാഗരികതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും. പാകിസ്ഥാൻ നമ്മുടേതായിരുന്നല്ലോ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രദേശം. ഏതാണ്ട് BC 2-ാം നൂറ്റാണ്ട് വരെ അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ പ്രദേശം ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യ തന്നെ ആയിരുന്നു, ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു. ഗാന്ധാര ദേശവും ഒക്കെ അഫ്ഗാനിസ്ഥാനിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്നത് നമ്മുടെ ചില നയതന്ത്രപരമായ നീക്കങ്ങൾ. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അവിടെ സോവിയറ്റ് യൂണിയന്റെ അവിടെ രസകരം വെച്ചാൽ ഇവിടെ മൗര്യ സാമ്രാജ്യം അതിന്റെ കീഴിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അതിനുശേഷം അലക്സാണ്ടർ കീഴടക്കി. ഏതാണ്ട് ഒരു ഇസ്ലാമിക ഇൻവേഷൻ അഫ്ഗാനിസ്ഥാനിൽ ആരംഭിക്കുന്നത് വരെ ഹിന്ദുക്കൾക്ക് വലിയ മെജോറിറ്റി ഉണ്ട്. കാബൂളൊക്കെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇടങ്ങളായിരുന്നു, ഹിന്ദുക്കൾക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഇടങ്ങൾ തന്നെയായിരുന്നു. ഒപ്പം തന്നെ നമുക്കും അവിടെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷെ പിന്നീട് അതെല്ലാം തകിടം മറിയുന്ന താലിബാൻ പോലെയുള്ള സംഘടനകൾ കടന്നു വരുമ്പോഴാണ്. അപ്പോൾ 1989 ആയപ്പോഴേക്കും അമേരിക്ക പിന്നിൽ നിന്നുള്ള പണി തുടങ്ങി. അവർക്ക് ഈ സോവിയറ്റ് യൂണിയനെ ഓടിക്കണമായിരുന്നു. റഷ്യയല്ല, സോവിയറ്റ് യൂണിയനെ ഓടിക്കണമായിരുന്നു. അപ്പൊ അത് ഏതാണ്ടൊക്കെ 1989 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ പതുക്കെ അവിടുന്ന് പിൻവാങ്ങി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം സോവിയറ്റ് യൂണിയൻ ആഭ്യന്തര പ്രശ്നങ്ങളാൽ തന്നെ ആ സമയത്ത് ഭയങ്കരമായി വീർപ്പുമുട്ടുന്ന സമയമായിരുന്നു. അവരുടെ രാജ്യം തന്നെ USSR എന്ന് പറയുന്നത് തന്നെ അനവധി റിപ്പബ്ലിക്കാണ്. ആ റിപ്പബ്ലിക്കിലെല്ലാം പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ചെച്ചനിയ, ബോസ്നിയ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഉക്രൈൻ, ഇവരെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയം ഗോർബച്ചേവിന്റെ ഒക്കെ ഒരു ഭരണപരിഷ്കാരം വന്നിട്ട് ഗ്ലാസ് പെരിസ്ട്രോയിക്കയും കൊണ്ടിരുന്നു. അതോടുകൂടി സാമ്പത്തിക രംഗം തകർന്നരിപ്പണമാകുന്നു. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് അവർക്ക് പിന്നീട് ഈ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നും സ്ഥാപിക്കാൻ പിന്നെ അവർക്ക് കഴിയുന്നില്ലാത്തൊരു സാഹചര്യം കൂടെ വന്നപ്പോഴാണ് റഷ്യക്കാര് അവിടെ നിന്ന് പിൻവാങ്ങുന്നത്. ഈ സമയത്ത് രസകരമായ കാര്യം, റഷ്യയുടെ അഫ്ഗാനിസ്ഥാനിലെ കടന്നുകയറ്റം, ഇൻവേഷൻ, ഇതിനെ തുറന്ന് പിന്തുണച്ച ഒരു ഏഷ്യൻ രാജ്യം ഇന്ത്യയായിരുന്നു. നമ്മൾ തുറന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഭരണാധികാരിയായ മുഹമ്മദ് നജീബുള്ളയ്ക്ക് നമ്മൾ സഹായവും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യുന്നതും ശരി എന്നുള്ള ഒരു നയത്തിലായിരുന്നു നമ്മൾ പോയിക്കോട്ടെ. പിന്നെ 89 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ പതുക്കെ അവിടുന്ന് പോയി. പിന്നീട് അവിടെ താലിബാൻ അധികാരത്തിൽ വന്നു ഷോർട്ട് ടൈമിലേക്ക്. ഈ താലിബാനെ പുറത്താക്കാൻ നമ്മളും ഇറാനും കൂടെ ചേർന്നുകൊണ്ട് വലിയ നീക്കം നടത്തി. കുറച്ചൊക്കെ അമേരിക്കയുടെ പിന്തുണയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടുന്ന് പുറത്തോട്ട് പോകുന്നു.
കാരണം നമ്മൾ പണ്ട് തൊട്ടേ അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധമായി. ഇന്ത്യക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഈ ബലൂചിസ്ഥാനുമായിട്ട് നമുക്കുള്ള ബന്ധവും അഫ്ഗാനിസ്ഥാനിൽ നമുക്കുള്ള ബന്ധവും ഈ ഗോത്ര വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇത് നമ്മളുമായിട്ട് ഉള്ള ഒരു കണക്ഷൻസ് ഒരുപാടുണ്ട്. അത് നമുക്ക് പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് സാധനങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പം ഇവരെ നമ്മൾ ഒരിക്കലും പിന്തുണച്ചിരുന്നു. പക്തൂൺ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള ഈ ഗോത്രവർഗ്ഗങ്ങളുടെ ആവശ്യത്തെ ഇന്ത്യ പിന്തുണച്ചത്. ഈ പക്തൂൺ എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലായോ? പാകിസ്ഥാനിലെ പക്തൂൺ മേഖലയില്ലേ, ഖൈബർ പക്തൂൺ മേഖല, ഇതെല്ലാം കൂടെ അടങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ മേഖലയാണ്. നമ്മൾ പിന്തുണച്ചിരുന്നവരെ. ബ്രിട്ടീഷുകാര് ഈ അഫ്ഗാനിസ്ഥാൻ ഡിവൈഡ് ചെയ്തായിരുന്നല്ലോ. പാകിസ്ഥാനും ഇന്ത്യ അഫ്ഗാനിസ്ഥാനൊക്കെ ഡിവൈഡ് ചെയ്ത സമയത്ത് നമ്മൾ ഈ പക്തൂൺ രാജ്യം വേണമെന്ന് പറഞ്ഞ് ഈ ഗോത്രവർഗ്ഗങ്ങളെ നമ്മൾ പിന്തുണച്ചു. അത് നമ്മളുടെ വൈകാരികപരമായ ഒരു പിന്തുണയായിരുന്നു. പിന്നീട് അത് മാറി അഫ്ഗാനിസ്ഥാനിലേക്ക് നീങ്ങുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ഈ താലിബാൻ പിന്നെ ഇവിടുന്ന് പുറത്താകുന്നു. താലിബാനെ പുറത്താക്കുന്ന ഒരു പങ്ക് വഹിച്ച വ്യക്തികളാണ് നമ്മൾ ഇന്ത്യക്കാർ. അങ്ങനെ പുറത്താകും. അതിനുശേഷം പിന്നീട് വന്ന ഭരണകൂടവുമായിട്ട് ഇന്ത്യ വലിയ രീതിയിൽ തന്നെ അടുപ്പമായിരുന്നു. 2017 വരെ ഇന്ത്യ 200ഓളം സ്കൂളുകൾ താലിബാനല്ല അഫ്ഗാനിസ്ഥാനിൽ സ്ഥാപിച്ചു. 16,000ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. നല്ല ബന്ധം എന്ന് വെച്ചാൽ നല്ല ബന്ധം. ഇന്ത്യയാണ് അവിടുത്തെ റോഡുകൾ, എന്തിനേറെ പറയുന്നത് അവരുടെ പാർലമെന്റ് മണ്ഡലം, അവിടുത്തെ എംപിമാർ കൂടുന്ന പാർലമെന്റ് മണ്ഡലം മന്ത്രിയും പോലും വെച്ചു കൊടുത്തത് ഇന്ത്യയാണ്. ഇന്ത്യ വലിയ രീതിയിൽ തന്നെ, കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു നിർണായകമായ പ്രദേശമായതുകൊണ്ട് നമുക്കത് വേണമായിരുന്നു. അപ്പൊ അത് നമ്മൾ വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. അതിന് ഇറാനും നമ്മളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് ഒരു സഖ്യമുണ്ടായിരുന്നു, ഇറാൻ, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ. ഈ സഖ്യം 90ഓട് കൂടി പൊളിഞ്ഞു. കാരണം അഫ്ഗാനിസ്ഥാൻ പൊളിഞ്ഞു തുടങ്ങി, അവര് പോയിരുന്നു. പിന്നീട് വന്നത് ഈ ഇസ്ലാമിക വിപ്ലവം വന്നിട്ട്, റെവല്യൂഷൻ വന്നിട്ട് ഇറാന്റെ പ്രശ്നം വരുന്നു. പിന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ തെറ്റുന്നു. അപ്പൊ നമ്മുടെ സഖ്യകക്ഷികളുള്ളവരൊക്കെ പോയി. പിന്നെ അഫ്ഗാനിസ്ഥാൻ പൊതുവെ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവർക്കും. അപ്പൊ ഈ സഖ്യം തകർന്നതല്ല, നിർജീവമായി പോയി. പിന്നീട് അതിനുശേഷം ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് പോയിരുന്നു. പിന്നീട് അവിടെ താലിബാൻ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വരുമ്പോഴേക്കും നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, പണ്ട് നമ്മൾ താലിബാനെ ഇറക്കാൻ നിന്നവരാണല്ലോ. അപ്പൊ നമ്മൾ അവരോട് പ്രഖ്യാപിത ശത്രുവാണ്. പക്ഷേ അവിടെ ഖത്തറിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത് ഭയങ്കര ചർച്ചയായ ഒരു വെളിപ്പെടുത്തലാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈ താലിബാൻ അധികാരമേറ്റതിന്റെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരും താലിബാനും ചേർന്ന് ഖത്തറിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നു. അതിന് ഇടനില നിന്നത് ഖത്തറാണ് എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പുറത്തു പറയുന്നത്. അതായത് ഈ പുതിയ അധികാരമായിട്ട് താലിബാൻ അധികാരത്തിൽ കയറുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് താലിബാനെ തള്ളിപ്പറയുകയും നമ്മുടെ എംബസി അടക്കം അടച്ചുപൂട്ടുകയും നമ്മൾ ചെയ്ത അതേ സമയത്ത് തന്നെ, അതേ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഖത്തറിൽ വെച്ചൊരു രഹസ്യ കൂടിക്കാഴ്ച താലിബാനായിട്ട് നടത്തുകയും ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഇതിന്റെ മഞ്ഞുരുകളുടെയും കാര്യങ്ങൾ ആ ഒരു ടൈപ്പ് വീണ്ടും കോർത്തിണക്കിയതാണ് ഖത്തറിൽ വെച്ചത്. പിന്നെ നമ്മുടെ ബാക്ക്ഡോർ സംഭാഷണങ്ങൾ മുഴുവൻ നടന്നത് UAE ആണ്. കാരണം UAE, സൗദി, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണല്ലോ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ. നമ്മൾ ടെക്നിക്കലി അംഗീകരിച്ചു. അതിനുശേഷം 2022 ആയപ്പോഴേക്കും നമ്മൾ അവരുടെ എംബസിയിൽ ടെക്നിക്കൽ സ്റ്റാഫിനെ കൊണ്ടുവച്ചു. ടെക്നിക്കൽ ആയിട്ടുള്ളത് സാങ്കേതികപരമായുള്ള സ്റ്റാഫാണ്, നമ്മൾ ഒഫീഷ്യൽ അല്ലത്. നമ്മുടെ എംബസി ഉണ്ടല്ലോ, അതിന് അവിടെ ഒരു പേരിന് എന്ന രീതിയിൽ നമ്മൾ അവിടെ ആളെ വെച്ചു. അപ്പോഴും സ്വാഭാവികമായി തന്നെ നയതന്ത്ര നീക്കം നടക്കുമല്ലോ, ചുമ്മാ അവിടെ കൂടി ആളെ വെക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ പറയുന്നില്ല ഒഫീഷ്യൽ ആണെന്നുള്ളത്, അങ്ങനെ കൊണ്ടുവച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ ബന്ധം ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. താലിബാൻ അവരുടെ സ്റ്റാൻഡുകളിൽ നിന്നെല്ലാം മാറുന്നു. അവര് മറ്റുള്ള ഈ ഭീകര സംഘടനകൾ, തികച്ചും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള മത തീവ്രവാദ സംഘടന തന്നെയാണ് അവർ. പക്ഷെ അവര് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ട് അവർക്ക് ജീവിക്കണം, അവരുടെ നാട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്ത ഉടലെടുക്കുകയും ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഇന്ത്യയാണ്. കാരണം പകുതി കൂടുതൽ അവരുടെ രാജ്യത്തിന്റെ പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയാണ് അവർക്ക് എല്ലാം കൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൾ. ചൈന ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ചൈനയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് അല്ലെങ്കിൽ താലിബാനെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ നേടാനുണ്ട്. അതിലൊന്ന് നമ്മുടെ ഒരു തുറമുഖം ചബ്ബാറിൽ വരുന്നുണ്ട്. ഈ ചബ്ബാർ തുറമുഖം വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ പാകിസ്ഥാൻ ടച്ച് ചെയ്യാതെ റോഡ് മാർഗം അഫ്ഗാനിസ്ഥാൻ വഴി മാത്രമാണ് നമുക്ക് താജിക്കിസ്ഥാനിലേക്കും മറ്റുള്ളിടങ്ങളിലേക്കും റഷ്യയിലേക്കും അതുവഴി മിഡിൽ ഈസ്റ്റിലേക്കും നമുക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഒരു പാത കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ ചബ്ബാർ തുറമുഖം ചുമ്മാതെ എടുത്തതല്ല, നമുക്ക് ഈ ഒരു റൂട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പൊ നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആണ് ആ പാതയെ സംബന്ധിച്ച്. രണ്ടാമത് ചൈന അവിടെ കടന്നു കയറുന്നത് തടയിടേണ്ടത് നമ്മുടെ അനിവാര്യമായ ഘടകമാണ്. അത് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ ഇല്ല, ഇപ്പൊ റഷ്യ ആണെങ്കിൽ തന്നെ റഷ്യയുടെ സ്റ്റാൻഡും ഏതാണ്ടൊക്കെ താലിബാന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ്. കാരണം ഇവര് ആയിരുന്നല്ലോ താലിബാന് വേണ്ട ഒരു പ്രോത്സാഹനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇടക്കാലത്ത് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അവർക്കും അതിൽ താല്പര്യമുണ്ട്. അപ്പൊ ആ ഒരു മേഖല വീണ്ടും ഒരു സജീവമായ ഒരു ബെൽറ്റായി വരുന്നു. ഇതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ്
താലിബാന്റെ ഒരു മന്ത്രി ദില്ലിയിലെത്തി. നമ്മളത് വാർത്ത കൊടുത്തിരുന്നു. പക്ഷെ അത് വലിയ പ്രാധാന്യം മറ്റു മാധ്യമങ്ങൾ കൊടുത്തു. ഒരു മന്ത്രി ഇവിടെ എത്തി. ഈ മന്ത്രി വെറും ഒരു മന്ത്രിയല്ല. ഈ മന്ത്രി താലിബാന്റെ ഒരു ഉന്നത നേതാവാണ്. ഈ മന്ത്രിക്ക് ഇറാന്റെ ഒരു കമ്മിറ്റിയിൽ, അതായത് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിന് അംഗത്വമുണ്ട്. ഇദ്ദേഹം കൂടെ പങ്കെടുക്കുന്ന ഒരു കമ്മിറ്റി. അപ്പൊ ഇറാനുമായും നല്ല ബന്ധം, അഫ്ഗാനിസ്ഥാനും നല്ല ബന്ധമുള്ള ഒരു താലിബാൻ നേതാവാണ്. അദ്ദേഹം മന്ത്രിയാണ്, താലിബാൻ നേതാവാണ്. ദില്ലിയിലെത്തി. എന്തിനാണ് അദ്ദേഹം ദില്ലിയിലെത്തിയതെന്നോ ആരെയാണ് അദ്ദേഹം കണ്ടതെന്നും സംസാരിച്ചതെന്നൊന്നും വ്യക്തത. അപ്പോഴത്തേനും നമ്മൾ മറ്റേ സിന്ദൂറിന്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിർത്തിയിലേക്ക് നമ്മൾ, അപ്പൊ നമുക്ക് ഇതിലൊക്കെ അതിന്റെ ഇത് തിരക്കാൻ സമയം കിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ മാത്രമേ ആ വാർത്ത കൊടുത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മന്ത്രി വന്ന വാർത്ത വലിയ പ്രാധാന്യം അന്നില്ല. കാരണം ഇഷ്ടംപോലെ വാർത്ത വേറെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആരും ഇത് ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ വന്നുപോയി. അപ്പൊ ആ ഒരു റിലേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും അഫ്ഗാനികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കാബൂളിവാല എന്നൊക്കെയുള്ള സ്റ്റോറികൾ വായിച്ചിട്ടില്ലേ? നമ്മുടെ ഷോർട്ട് സ്റ്റോറീസിനകത്ത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് കാബൂളിവാല. അപ്പോൾ കാബൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കച്ചവടക്കാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ ഒരു അവർ താലിബാൻ അവിടെ വന്നത് കൊണ്ട് അവർ ടെറർ ഇതായിട്ട് മാറരുത്. കാരണം ആ ഒരു മണ്ണൂടെ ഒരു ടെററിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പം ഇന്ത്യക്ക് അത് വലിയ തലവേദന സൃഷ്ടിക്കും. അത് മാത്രവുമല്ല, ഇന്ത്യക്ക് ഒരു വലിയ സ്വപ്നം ഇന്ത്യ മനസ്സിൽ സൂക്ഷിക്കുന്നു. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായാൽ ഇന്ത്യക്കും ഈ അഫ്ഗാനിസ്ഥാനും തമ്മിൽ പണ്ടൊരു അതിർത്തി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിർത്തിയില്ല. ടെക്നിക്കലി ഇപ്പൊ നമുക്ക് അതിർത്തിയില്ല. പാക് അധിനിവേശ കാശ്മീർ പോയതോടുകൂടി നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരിടവും ഇപ്പൊ ഇല്ല നമുക്ക്. പകരം ഈ ഒരു പാക് അധിനിവേശ കാശ്മീർ പിടിച്ചാൽ ഈ ഖൈബർ ഇടനാഴിയുണ്ട്. ഈ ഖൈബർ ഇടനാഴി വഴി 1964 വരെ നമ്മൾ ട്രേഡിംഗ് നടത്തിയിട്ടുള്ളതാണ്. അപ്പം ഈ ഖൈബർ ഇടനാഴിയുടെ ഒരു ചെറിയ പാർട്ടാണ് അത്. നമുക്ക് കിട്ടുകയാണ് കഴിഞ്ഞാൽ നമുക്ക് ഇവരുമായി ഡയറക്റ്റ് ഒരു റോഡ് ഉണ്ടാകും. അതായത് നാളെ പാകിസ്ഥാൻ കുറച്ചുകൂടെ ഡെവലപ്പ് ആകുകയാണെന്ന് കരുതിക്കും. പാകിസ്ഥാൻ ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ട് നമ്മളെ കപ്പലൊന്നും വിടുന്നില്ല, അല്ലെങ്കിൽ കപ്പലിനെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ നമുക്ക് റോഡ് മാർഗം മിഡിൽ ഈസ്റ്റിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും നമുക്ക് ഈ ചബ്ബാർ തുറമുഖം വഴി നേരെ അഫ്ഗാനിസ്ഥാനിൽ കയറി ഈ ഖൈബർ ഇടനാഴി കൂടെ നമുക്ക് കിട്ടുകയാൽ നേരെ ഇന്ത്യയിലോട്ട് വരും. ആ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പഴയ USSRന്റെ രാജ്യങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യും. നല്ലൊരു ട്രേഡ് റൂട്ടാണ്. ഇതിന്റെ ഇടയിൽ കൂടെയാണ് മറ്റവന്റെ റോഡ് വരുന്നത്. ആരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി കടന്നു വരുന്ന ഈ ഒരു റോഡിന്റെ ഇടയിൽ കൂടെയാണ് ഇവിടെ ആലയം. അപ്പൊ ഇന്ത്യക്ക് ഉള്ളത് വലിയ ഒരു പ്ലാനിങ് ആണ്. അതായത് നമ്മളുടെ ദീർഘകാല സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഒരു പ്ലാനിങ് ആണ്. പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് വൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അവരോട് അടുപ്പമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ ഇവർക്ക് ഈ താലിബാനെതിരെ തിരിയാനുണ്ടായ ഒരു കാരണമുണ്ട്. 1999 നമ്മുടെ ഈ വിമാനം 99 നമ്മുടെ വിമാനം രാജ്യത്ത് കണ്ടഹാറിലേക്ക് കൊണ്ടിറക്കി. തീവ്രവാദികൾ നമ്മൾ ഹാഫിസ് സയ്യിദും ടീമും ഒക്കെ ആയിരുന്നു നമ്മളവിടെ കൊണ്ടുവിട്ട് ഇവരെ തിരിച്ചു വാങ്ങുന്നത് വാജ്പേയി സർക്കാരിന്റെ കാലത്ത്. അതിന് പിന്നിൽ ഇവരാണോ എന്നൊരു സംശയം. പക്ഷെ താലിബാൻ ഇപ്പോഴും പറയുന്നത്, നമ്മുടെ ഈ ബ്ലോഗർമാരൊക്കെ അവിടെ പോകുമ്പോൾ ഈ പ്രധാനമായിട്ട് ഈ താലിബാൻ നേതാക്കളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഈ കാണ്ഡഹാർ എവിടെയാണ് അപ്പൊ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കിതിൽ ബന്ധമില്ല, ഞങ്ങളത് സഹായിക്കാൻ തയ്യാറായിരുന്നു ഇന്ത്യയെ എന്നവർ പറയുന്നുണ്ട്. ഞങ്ങൾക്കിതിൽ ബന്ധമില്ല. കാരണം ഈ വിമാനം കൊണ്ട് ലാൻഡ് ചെയ്ത കാണ്ഡഹാറിലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ കൊണ്ടാണ് ഇത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യക്ക് അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ ഇതിൽ പങ്കില്ല എന്ന് അവർ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. പക്ഷെ അന്ന് ഇവരിതിന് പിന്നിലുണ്ട്, നമുക്ക് അതിന് തെളിവുകളൊന്നുമില്ല, എങ്കിൽ പോലും നമ്മളുണ്ട് എന്ന് കരുതി തന്നെയാണ് നമ്മൾ ഇവർക്കെതിരെ പ്രവർത്തിച്ചത്. 90-ഓളായപ്പോഴത്തേന് ഇവരുടെ ഭരണം മറിച്ചിടാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുത്തതുമൊക്കെ ആ ഒരു സാധനത്തിൽ. അതിന്റെ ഒരു സംശയം, ഇനി 90-ൽ നമ്മൾ ഇറാനും കൂടെ ചേർന്നിട്ട് ഇവരെ മറിച്ചിട്ടതിന്റെ ഒരു വൈരാഗ്യം ഇവർക്കുണ്ടോ, ഇവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു പണിയാണോ ഇത് എന്ന് ചിലപ്പോൾ ആയിരിക്കാം. അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവർ തീവ്രവാദികൾ തന്നെയാണ്. ഈ താലിബാൻ തീവ്രവാദികളൊന്നും അല്ലെന്ന് നമ്മൾ പറയാൻ കഴിയില്ല, തീവ്രവാദികൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം അതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും അത് മഞ്ഞുരുകളുടെ പാതയല്ല. മഞ്ഞുരുകളുടെ പാത നേരത്തെ തന്നെ ആയിരുന്നു. താലിബാന്റെ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പൊ നമ്മൾ മഹാരാഷ്ട്രയിൽ അവരുടെ എംബസിയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞ് മനാ ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളത് വരാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനികളെ പോലെയല്ല അഫ്ഗാനിസ്ഥാനികൾ. കാരണം പാകിസ്ഥാൻ ഇവിടെ വരുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ചാരപ്രവർത്തനം അടക്കമുള്ള ലക്ഷ്യങ്ങളുണ്ട്, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള ലക്ഷ്യങ്ങളുണ്ട്. താലിബാന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവരുടെ താലിബാൻ എല്ലായിടത്തേക്കും വളർത്തണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അവരുടെ ആഗ്രഹം എവിടെയെന്ന് വെച്ചാൽ ഖൈബർ പഖ്തൂൺ മേഖല, പണ്ട് നമ്മൾ പറഞ്ഞ ആദ്യം ഈ സ്റ്റോറി പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ പഖ്തൂൺ മേഖല സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം പിന്തുടരുന്നു. അപ്പൊ ആ പഖ്തൂൺ മേഖല കൂടെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അതിനാണ് അവരുടെ ബ്രാഞ്ചായിട്ടുള്ള തെഹ്രിക്കെ താലിബാന് പാകിസ്ഥാനിൽ അവർ ചെല്ലും ചിലവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് നന്നായി അറിയാം, ഇനി തെഹ്രിക്കെ താലിബാൻ എപ്പോഴെങ്കിലും പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു പ്രവിശ്യ പിടിച്ചെടുത്ത് ഭരണം നടത്തിക്കഴിഞ്ഞാൽ ഈ തെഹ്രിക്കെ താലിബാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഇന്ത്യയിൽ നിന്നാണ്.
ഇന്ത്യയാണല്ലോ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന ശക്തമായ രാജ്യം. അപ്പൊ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് അവിടെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു രാജ്യം കരിഞ്ഞാൽ മാത്രമേ പറ്റൂ. അത് ഗോതമ്പായാലും കുടിവെള്ളമായാലും മരുന്നായാലും എല്ലാം. അത് ഒന്ന്. ഇനി നാളെ ഒരു കേസിൽ ഈ ബലൂചിസ്ഥാന് പിന്നാലെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് നടന്നത്. പാകിസ്ഥാൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്. പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയോ ഇല്ലെന്ന് അറിയത്തില്ല. നിലവിൽ അവർക്ക് പക്തൂൺ മേഖലയിൽ വലിയ സ്വാധീനമുണ്ട്. അവരുടെ അണ്ടറിൽ തന്നെയാണ് ഈ പക്തൂൺ മേഖല കിടക്കുന്നത്. ഇനി അവിടെ സ്വതന്ത്രമായാലും ഇന്ത്യയുടെ സപ്പോർട്ട് അവർക്ക് അനിവാര്യമാണ്. അപ്പം സ്വാഭാവികമായി തന്നെ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്കും ഇത് ഒന്നിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇതിനകത്ത് എന്താ പാകിസ്ഥാന്റെ റോളെന്ന് വെച്ചാൽ പാകിസ്ഥാന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ കരുതിയിരുന്നത് ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അഫ്ഗാന്റെ മണ്ണും കൂടെ യൂസ് ചെയ്യാമെന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. പക്ഷെ ആ ധാരണയൊക്കെ താലിബാൻ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ മാറിയെന്ന് വെച്ചാൽ അവർ വലിയ ശത്രുതയായി. ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ അറ്റാക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ സമയത്ത് താലിബാൻ ചെയ്തത് അഫ്ഗാന്റെ അതിർത്തിയിൽ അഫ്ഗാൻ അതിർത്തിയിൽ അവരവരുടെ സൈന്യത്തെ അണിനിരത്തിയായിരുന്നു. സൈന്യത്തെ അണിനിരത്തുന്നതിന്റെ കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഈ പാകിസ്ഥാൻ ഒരു ഡീപോർട്ട് തുടങ്ങിയത് വലിയ അളവിൽ ഒരുപാട് 8 ലക്ഷം അഫ്ഗാനികളെ എങ്ങാണ്ട് നാട് കടത്തുന്ന പരിപാടി തുടങ്ങി. അപ്പൊ അത് തടയിടാനാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് തടയിടാനായിരുന്നില്ല ആ സംഭവം. അവിടെ പാകിസ്ഥാൻ അവിടെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടുണ്ട്. കാരണം അതിർത്തിയിലേക്ക് അഫ്ഗാന്റെ പട്ടാളമില്ല. ഈ താലിബാൻ സൈന്യം നീങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയും പാകിസ്ഥാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും, ബലൂചിസ്ഥാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അതിനിടയിലാണ് ഇന്ത്യയുടെ ചടപടാന്നുള്ള അടി വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഏതായാലും പാകിസ്ഥാന്റെ അത്രയും പ്രശ്നകാരികളല്ല അഫ്ഗാനിസ്ഥാനികൾ എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നതും ചരിത്രാതീത കാലം തൊട്ട്. പക്ഷെ അവർ ഡയറക്റ്റ് ആയിട്ട് ഈ താലിബാൻ ആയാലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ആക്രമണങ്ങളോ കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ അവർ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ചില നേതാക്കളുടെ വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു, അടുത്ത ലക്ഷ്യം ഇനി ഇന്ത്യയാണ് എന്ന്. പിന്നെ പൊതുവിൽ നമുക്ക് നോക്കുമ്പോൾ തീവ്രവാദികൾ ഉള്ളൊരു രാജ്യം തന്നെയാണ്. അവിടെ ഈ താലിബാന്റെ കയ്യിലൊന്നും അല്ല പൂർണ്ണമായിട്ട് ആ രാജ്യം ഉള്ളത്. അവിടെ ISIS-നും ഒക്കെ പ്രാധാന്യമുള്ള സ്ഥലമുണ്ട്. അതാണ് അവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ കയറി അടിക്കുന്നത്. ആ ഭാഗത്ത് ISIS സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് കയറി അടിക്കുന്നത്. ഇവർ അങ്ങോട്ട് കൊടുക്കുന്ന അടിയൊക്കെ ആ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ നമ്മൾ ആ പഴയ സഖ്യം ഇറാൻ, റഷ്യ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ സഖ്യം സജീവമാകും. പക്ഷെ ഇതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം പക്ഷെ അമേരിക്ക പാകിസ്ഥാനെ ഇപ്പോൾ വലിയ രീതിയിൽ സഹായിക്കുന്നത്. കാരണം ഒരു വലിയ യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതയും ലോകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാക്തിക ചേരി മാറും, ജിയോ പൊളിറ്റിക്സ് മാറും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം വെറുക്കപ്പെട്ടവരായി അകറ്റി നിർത്തിയ എല്ലാ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളാണ്. ഈവൻ ഇൻ ഉത്തര കൊറിയ പോലും നമ്മളവിടെ എംബസിയുടെ ഓഫീസ് തുറക്കാനായിട്ടുള്ള നീക്കമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കിങ് ജോൺ ഉന്നുമായിട്ട് അവിടെ നമ്മൾ പോയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് നമ്മളിപ്പോൾ എണ്ണ വാങ്ങുന്നുണ്ട്, ചബ്ബാർ തുറമുഖത്തിന്റെ പണി നടക്കുന്നുണ്ട്, നമ്മളവിടെ ട്രേഡിങ്ങിന് മുമ്പോട്ട് പോകുന്നുണ്ട്. റഷ്യയായിട്ട് നമ്മൾ നല്ല ബന്ധം. അഫ്ഗാനും കൂടെ വന്നു കഴിഞ്ഞാൽ ആ പഴയ സഖ്യം തിരിച്ചു വന്നാൽ അതിനെ തടയിടുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കുന്നതിലൂടെ. പക്ഷെ ഇവിടെ മുൻപ് പിക്ചറിൽ ഇല്ലായിരുന്ന ഒരു താരം കൂടി ഇപ്പൊ പിക്ചറിൽ വന്നിട്ടുണ്ട്. അതെന്താകുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വേറെ ആരുമല്ല, ചൈനയാണ്. മുമ്പ് ഇവരില്ലായിരുന്നു പിക്ചറിൽ. കാരണം അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് USSR അവരും തമ്മിൽ 1960 ഒരു അടി നടന്നിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളെ കൊണ്ട് അവർ വലിയ രീതിയിൽ ഈ കച്ചവടത്തിന് തുടങ്ങുന്ന സമയമല്ലത്. അന്ന് വലിയ കച്ചവടം ഇല്ല അവർക്ക്. ചീനഭരണിയും മറ്റും വിറ്റ് കടന്നിരുന്ന കാലമാണ്. അതിൽ നിന്നൊക്കെ മാറി അവർ ഒരുപാട് വളർന്നു. ഇപ്പൊ അവരും കൂടി ഒരു സൈഡിലുണ്ട്. അതായത് ഇനി എന്താണ് ഇതിന്റെ ഗെയിം എന്നാണ് അറിയേണ്ടത്. കാരണം ഇങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യയുടെ ഒരു ചേരി എന്തായാലും രൂപപ്പെടും. അവിടെ ചൈന നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ വലുതാകാൻ ഒരു എക്സ്പാൻഡ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ചൈന കൂടെ ഒരു വിഷയം വരാം. ചൈന, ഇന്ത്യ, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്ന് പറഞ്ഞൊരു സഖ്യം. അങ്ങനെ ഒരു സഖ്യം വരികയാണെങ്കിൽ ഉറപ്പാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഈ പറയുന്ന GCC രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയോട് കാണിക്കുന്ന വിധേയത്വം വിടും. അതിനകത്തൊരു വലിയ പങ്ക് ഈ സഖ്യത്തിനോടൊപ്പം തന്നെ നിൽക്കും. ഇപ്പൊ തന്നെ നിലവിൽ UAE ബ്രിക്സിൽ ചേരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈജിപ്റ്റ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ശാക്തിക ചേരിമാർ. പണ്ടേതോ പ്രവചനം നടത്തിയ ആള് പറഞ്ഞു എന്നാ പറയുന്നത് ഇന്ത്യ ലോകത്തെ നമ്പർ 1 ശക്തിയായി മാറുമെന്ന്. എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആയുധ വിപണിയിലായാലും ഒപ്പം തന്നെ എല്ലാ വിഷയങ്ങളിലായാലും ഒക്കെ ഇന്ത്യക്ക് ഒരു റോളുണ്ട്. താങ്ക് യു വിജേട്ടാ. താങ്ക് യു സോ മച്ച്.